17, 18, 20 വയസ്സായ ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട്, നിങ്ങൾ അള്ളാഹുവിനൊന്ന് സ്നേഹിച്ചു നോക്കിയാട്ടെ. സ്നേഹം ഒരു വല്ലാത്തൊരു ഭാഗമാണ്. അള്ളാഹിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ മറ്റുള്ള പടപ്പുകളോട് വലിയ സ്നേഹമൊന്നും നമുക്ക് തോന്നൂല. അള്ളാഹിനുള്ള സ്നേഹം വെച്ചുള്ള സ്നേഹം തോന്നുള്ളൂ. അള്ളാഹിനെ സ്നേഹിക്കാൻ തന്നെ ഒരു വല്ലാത്തൊരു രസമാണ്. അള്ളാഹിനെ സ്നേഹിക്കാതെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂല. ഈ തഹജ്ജുദിന് എണീക്കണവരൊന്നും അള്ളാഹിനെ പേടിച്ചിട്ടല്ല എണീക്കുന്നത്, അള്ളാഹിനെ സ്നേഹിച്ചിട്ട് എണീക്കാണ്. കാരണം തഹജ്ജുദിന് എണീക്കൽ അത്ര വലിയ നിർബന്ധമുള്ള കാര്യമല്ല. തഹജ്ജുദിന് 3:30-4 മണിക്ക് എഴുന്നേറ്റിട്ട് സുജൂദിൽ കിടന്നിട്ട് ഒരു മനുഷ്യൻ കരയുന്നുവെങ്കിൽ അത് ഭയപ്പാടിന്റെ മാത്രം കരച്ചിലല്ല, അത് അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ കരച്ചിലാണ്. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അതിശക്തമായി അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതിശക്തമായി സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്താണ്? എൻ്റെ അള്ളാഹു ഇത് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആല രണ്ടുപേരും സമ്പത്ത് കൊണ്ടുവന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. തബൂക്കിന്റെ സമയത്താണ് ആ സമ്പത്ത് കൊണ്ടുവരുന്നത്. ഇപ്പോഴും തബൂക്കിൽ പോകുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. സത്യത്തിൽ ആ യുദ്ധം പിന്നെ നല്ല രീതിയിൽ നടന്നില്ല എന്നുള്ള വേറെ കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടിയിട്ട് സമ്പത്ത് കൊണ്ടുവന്നു. സമ്പത്ത് കൊണ്ടുവന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നതിന് മുമ്പേ ഉമർ റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നത്, മോനെ അല്ലെങ്കിൽ ഉമറെ, നിങ്ങൾ എന്താണ് കൊണ്ടുവന്നത്? എന്താണ് കൊണ്ടുവന്നത് എന്നല്ല ചോദ്യം, എന്താണ് ബാക്കിയാക്കിയത്? എന്താണ് ബാക്കിയാക്കിയത് എന്ന് പറയുമ്പോൾ നിസ്ഫ്, പകുതിയാണ് ബാക്കിയാക്കിയത് എന്നാണ്. എന്റെ സമ്പത്തിന്റെ പകുതി ബാക്കിയാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ബാക്കിയാക്കിയത് അബൂബക്കർ? അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞത്, എന്റെ അടുത്ത് ബാക്കി ഇന്നത് എന്നല്ല, ആകെ 2 ബാക്കിയുള്ളൂ. അല്ലാഹു വറസൂലുഹു ബാക്കി, എനിക്ക് എൻ്റെ അല്ലാഹുവും റസൂലുമുണ്ട്, അതല്ലാത്തതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു റസൂലുഹു ബാക്കി. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഒന്നും കൂടി ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരും. അവരോട് ചോദിക്കുക. ഉമർ റളിയല്ലാഹു തആലവിനോട് പിന്നെ ചോദിക്കുന്നുണ്ട്, ഉമറെ, നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു തആലന് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു തആലന് കൊടുക്കുന്ന മറുപടി, ഞാൻ സ്വർഗത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം കിട്ടുമെന്ന മോഹത്താലാണ് ഇത് കൊണ്ടുവന്നത്. എനിക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഒരു ഉന്നതമായ സ്ഥാനം കിട്ടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത്? രണ്ടാമത്തെ ചോദ്യമാണ് അങ്ങോട്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി എന്താണെന്നറിയോ? എന്താണ് കിട്ടുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. അതിന്റെ പിന്നിൽ കിട്ടുന്ന പ്രതിഫലങ്ങളെ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അള്ളാഹുവിന്റെ കൽപ്പന വന്നു, ഞാനത് നൽകി എന്നതാണ്. ഇതിനെയാണ് ഒന്ന് സ്നേഹം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണെന്നറിയോ? താരീഖിൽ നിങ്ങൾ നോക്കിൻ. ഉമർ റളിയല്ലാഹു തആലയുടെ തോളത്ത് കൈവച്ചുകൊണ്ട്, തോളത്ത് സഹോദരനെ പോലെ കൈവച്ചുകൊണ്ട്, കൂട്ടുകാരനെ പോലെ കൈവച്ചുകൊണ്ട് പറഞ്ഞ വാക്ക്, ഉമറെ, അമ്പും വില്ലും ശക്തമാണ്, അമ്പും വില്ലും ശക്തമാണ്, പക്ഷേ കയറൽപ്പം അയഞ്ഞിട്ടുണ്ട് എന്നാണ്. വലിക്കുന്ന കയറുണ്ടല്ലോ, അതൊന്ന് അയഞ്ഞിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിലേക്കുള്ള പ്രതിഫലങ്ങൾ ഇച്ഛിച്ചുകൊണ്ട്, സ്വർഗങ്ങൾ കാംക്ഷിച്ചുകൊണ്ട് നമുക്ക് ആരാധനകൾ ആകണം. ഈമാനും വഹ്തിസാബ അങ്ങനെ തന്നെയാ ചെയ്യണ്ടേ. പക്ഷെ ഒന്നും കൂടി ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ അതിനുമപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ പോകും. അതിൻ്റെ പിന്നിൽ എന്താണ് കിട്ടുക എന്നതിനേക്കാൾ ഞാൻ എൻ്റെ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നത് മാത്രമായിരിക്കും ആ മനുഷ്യനുണ്ടാവുക. ഞാൻ ഈ സദസ്സിനോട് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത്, നിങ്ങൾ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയെ ഒന്ന് പഠിക്കണം. നിങ്ങൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയെ ഒന്ന് പഠിക്കണം. നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും അവരൊക്കെ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോയത് എന്ന്. അത് സ്നേഹമായിരുന്നു. നഫീസത്തുൽ മിസ്രിയ വെറുതെ ഒരു പേരല്ല, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു മഹാമനീഷിയുടെ പേരാണ് നഫീസത്തുൽ മിസ്രിയ. അതേപോലെ തന്നെ ഞാൻ ഇവരുടെ ഖബർഗേഹത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള പ്രാർത്ഥനകൾ. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർഗേഹത്തിൽ നമ്മൾ പോയിട്ട് അവരോടൊപ്പം സ്വർഗത്തിലെത്താൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രമാത്രം ഉയർന്ന മണിരത്നങ്ങളായിരുന്നു അവർ. കാരണം എന്താണെന്നറിയോ? അവരൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടാ മുന്നോട്ട് പോയി. കുടുംബത്തിന്റെ ആണിക്കല്ല് അതാണ്. നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആണിക്കല്ല്. ഇതിനപ്പുറം ഒരു ആണിക്കല്ലില്ല. അള്ളാഹുവിലേക്ക് അടുക്കൽ. ഇന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ആളുകൾ കുറവാണ്. പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ ആളുകളുണ്ട്, രാഷ്ട്രീയ മഹത്വജങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, വലിയ വലിയ മനീഷികളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയാൻ ആളുകൾ വളരെ കുറവാണ്. പറഞ്ഞ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയാൻ ആളുകളുണ്ട്, ഓരോ പ്രസ്ഥാനത്തെയും പർവ്വതീകരിക്കാൻ ആളുകളുണ്ട്. പക്ഷേ
ഏകനായ തമ്പുരാനെ കുറിച്ച് പറയാനുള്ള ആളുകളുടെ എണ്ണം ഇന്ന് കുറവാണ്. ആ അള്ളാഹുവിനെ കുറിച്ചുള്ള പറച്ചിലായിരുന്നു. നിങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി എടുക്ക്, നിങ്ങൾ ഈ പറയുന്ന മുഴുവൻ ആളുകളെ എടുക്ക്, അവരെന്തുകൊണ്ട് അങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. അള്ളാഹുവിന് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അങ്ങേയറ്റം ശ്രമിച്ചു എന്നതാണ്. ആ അള്ളാഹു ആയിരിക്കണം നമ്മുടേത്, അള്ളാഹു എന്റേതായിരിക്കണം. സുജൂദിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കണം. അത് ഫർദ് നിസ്കാരത്തിലാകരുത്, സുന്നത്തിൽ എങ്ങനെ ചെയ്യണം അതൊക്കെ അവർ പറഞ്ഞുതരും. അത് ഫത്വകളൊക്കെ അവരോട് ചോദിച്ചു നോക്കിയാൽ. പ്രാർത്ഥിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഫിഖഹിലേക്ക് പോവാറില്ല, കാരണം അത് തർക്ക വിതർക്കങ്ങളാവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയക്കുഴപ്പങ്ങളാവും. അറബിയിൽ പ്രാർത്ഥിക്കണമെന്ന് എല്ലാ ഉലമാക്കളും പറയുന്നുണ്ട്. അറബിയിൽ തന്നെ പ്രാർത്ഥനകളാകണം. മനസ്സുകൊണ്ട് കരുതാമെന്ന് പറയുന്നവരുണ്ട്, കരുതാമെന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ നിങ്ങൾ വേറെ പഠിക്കേണ്ടത്, ഞാൻ കൺഫ്യൂഷനിലേക്ക് പോണില്ല. പക്ഷേ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. ആ സുജൂദ് ശുക്രിന്റെ സുജൂദാണെങ്കിൽ ഏറ്റവും ശക്തമായിരിക്കണം. നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെറിയ കാര്യമായാലും ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ശുക്രിന്റെ സുജൂദിൽ നമ്മൾ വീണിരിക്കണം. നമ്മുടെ മകൻ പെട്ടെന്നൊരു സ്കൂട്ടറും കൊണ്ട് വീണു എന്ന് കേട്ട്, ഇല്ല അവന് പരിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, വീട്ടിൽ നിന്ന് ഫോൺ വരുമ്പോൾ നിങ്ങളെ മോന് വല്ലാത്തൊരു വീഴ്ച വീണത് കേട്ടോ, എല്ലാം തകരേണ്ടതായിരുന്നു, പക്ഷേ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഫോൺ വിളിക്കുന്നതിന് മുമ്പേ അവിടെ കിടന്നിട്ട് സുജൂദിൽ കിടക്കണം. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക ശുക്ർ യാ അല്ലാഹ് എന്ന് പറയലാണ് ആദ്യത്തെ നമ്മുടെ ഉത്തരവാദിത്വം. അത് അറബികൾ ധാരാളം ചെയ്യാറുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ നേരെ ഇറങ്ങും, എന്നിട്ട് ആ മണലിൽ കിടന്നിട്ട് സുജൂദിൽ, കാരണം അവർക്കൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, അതിന്റെ നന്ദി സൂചകമാണ്. അത് ഇവിടെ പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടെ, നല്ല കുട്ടിയേക്ക് വേണ്ടി പറഞ്ഞോട്ടെ, ഉലമാക്കൾ ക്ഷമിക്കണം. കളിക്കാരിലും നല്ല തെക്കുവയുള്ള കളിക്കാരുണ്ട്. ക്രിക്കറ്റ് കളിക്കാരില്ലേ, തെക്കുവയുള്ള കളിക്കാരുണ്ട്. നിങ്ങൾ എന്തായി പറഞ്ഞത് നിങ്ങളോട് ചോദിക്കും. എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് 2-3 കളിക്കാരെ, നമ്മളെക്കാളൊക്കെ ഒരുപാട് തെക്കുവയുള്ള കളിക്കാരാണ്. കിങ് ഫിഷർ എന്ന് പറയുന്ന മദ്യത്തിന്റെ വലിയ കമ്പനിയാണ് കിങ് ഫിഷർ. ആ കമ്പനിയുടെ ഇതിടായിട്ട്, ഏത് ടീഷർട്ട് ഇടാതെ, നമ്മളിപ്പോൾ ആരുടേതാണെന്നൊന്നും നോക്കൂലല്ലോ, ആണ്ടിടലല്ലേ, കിങ് ഫിഷർ ആണോ മേലുള്ളതെന്നൊന്നും നോക്കൂല. കളിക്കുന്ന സമയത്ത് കിങ് ഫിഷർ എന്ന് പറയുന്ന കമ്പനിയുടേത് ഞാൻ ഇടൂല, അത് മദ്യ കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ട് എത്രയോ കോടികൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്ന കളിക്കാർ വരെയുണ്ട് ഈ കളിക്കാരുടെ കൂട്ടത്തിൽ. ഓരോ സിക്സർ അടിക്കുമ്പോഴും ആകാശത്തേക്ക് നോക്കിയിട്ട് സുജൂദിൽ വീഴുന്ന കളിക്കാരുണ്ട്. ഞാൻ കളിക്കാരെ വലിയ വലിയ വാഴ്ത്തി പറയല്ല, അതും തഖ്വയുടെ ഭാഗമാണ്. ഈ സിക്സർ അടിക്കുന്നത് എന്റെ ബാറ്റിൽ നിന്നല്ല, ഇതെന്റെ തമ്പുരാൻ തന്നിട്ടുള്ള എന്റെ സ്കില്ലിൽ നിന്നാണ് എന്ന് പറയുന്ന കളിക്കാരുണ്ട്. ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഈ പറയുന്നത്. നമുക്കിന്ന് മതത്തോട് നീരസം, മതം വേണോ എന്ന ചർച്ചകൾ ഞാൻ പറയാൻ വേണ്ടി പറയണം. ഉലമാക്കളെ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ അപ്പം കുട്ടികളോട് പറയാം, ഒരു സൈക്കോളജിസ്റ്റ് എന്നൊരു ലേബൽ എനിക്ക് തന്നതുകൊണ്ട് അങ്ങനെ പറയാം. കഴിഞ്ഞ ലോകകപ്പിൽ പ്രാർത്ഥിക്കാതെ കളിക്കിറങ്ങിയ ഏതെങ്കിലും കളിക്കാരെ നിങ്ങൾ കണ്ടോ? നിരന്നു നിന്നുകൊണ്ട് അവിടെ ദേശീയ ഗാനം പാടുന്നതിന് മുമ്പേ ഇങ്ങനെ ഓരോ ഗോൾ അടിക്കുമ്പോഴും ഇങ്ങനെ ക്രോസ് വരച്ചുകൊണ്ട് കളിക്കാർ നടക്കുന്ന അവരുടെ പ്രാർത്ഥനയാണ്. ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനയുണ്ടാവും. നമ്മൾ വിചാരിച്ചത് ഇന്റർനാഷണൽ ആൾക്കാർക്കൊന്നും മതമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതൊക്കെ തെറ്റായ ധാരണയാണ്. ചന്ദ്രയാൻ അയച്ചുകൊണ്ട് ഇന്ത്യ വലിയ ഉയരങ്ങളിലേക്ക് എത്തി. ആരയച്ചു, എന്തിനയച്ചു, അതൊക്കെ വേറെ കാര്യം. ചന്ദ്രയാൻ വലിയ ചർച്ചയായി ലോകത്തിൽ. ആ ചന്ദ്രയാൻ അയച്ചിട്ടുള്ള ഏറ്റവും സൂപ്പർ ലെവലിൽ നിൽക്കുന്ന ചീഫ് സയന്റിസ്റ്റ്, അദ്ദേഹത്തിന്റെ എല്ലാ രീതിയിലുള്ള ഹൈന്ദവ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ സാധനം ആകാശത്തേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കെമിസ്ട്രി പഠിക്കുമ്പോഴേക്ക്, ഒരു ബയോളജി പഠിക്കുമ്പോഴേക്ക്, എന്തെങ്കിലും 2 അധ്യായം പഠിക്കുമ്പോഴേക്ക് ദൈവമുണ്ടോ എന്ന ചിന്തയുണ്ടാകണ്ട. അതിൻ്റെ ഒക്കെ അപ്പുറം കയറിയിട്ട് മിസൈൽ തൊടുക്കുന്ന നായകന്മാർ വരെ അവരുടെ പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങൾ വിടുന്നത്. മഹലിന്റെ പരിപാടിയിൽ നിന്നിട്ട് മനസ്സിലാകാനുള്ള ഉദാഹരണം പറയാണ്. സിനിമാക്കാരാണ് ഏറ്റവും കൂടുതൽ മതമല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ഓരോ സിനിമ റിലീസാകുന്നതിന് മുമ്പേ പൂജ കഴിക്കാതെ അവിടെ ഷൂട്ടിംഗ് പോലും ഒരു തുടങ്ങാറില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ലാതെ ഇതിനെ വളച്ചൊടിച്ച് പറയരുത്. അവരുടേതായ പ്രാർത്ഥനകൾ നടത്തിയിട്ട് ഈ സാധനം എന്താക്കാറുള്ളൂ, ഇറങ്ങാറുള്ളൂ. എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാൻ മടിയും. എല്ലാവർക്കും കല്യാണമുണ്ട്. ഞാൻ ഹൈന്ദവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അവിടെയുള്ള ഹൈന്ദവ കല്യാണങ്ങളൊക്കെ നമ്മൾ അയൽവാസികൾ എന്ന അർത്ഥത്തിൽ, ചിലപ്പോൾ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ എന്ന അർത്ഥത്തിൽ ചെറിയ രീതിയിലെങ്കിലും നമ്മളെ കല്യാണത്തിന് വിളിക്കും. കല്യാണത്തിന് പോകുമ്പോൾ അവരുടെ അച്ചടക്കമുള്ള കല്യാണം നമ്മൾ കാണാറുണ്ട്. അവിടെ താലികെട്ടിനൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തമാകാതെ അവർ താലികെട്ടില്ല. നിറകതിരുകൾ ഉണ്ടാകും. ഇതേപോലെ തന്നെ അവർക്ക് നല്ല നല്ല തോരണങ്ങൾ ഉണ്ടാകും. എല്ലാം കഴിഞ്ഞിട്ട് നിലവിളക്കും കൊണ്ടാണ് ഈ പെൺകുട്ടിയും ആണും കൂടി വീട്ടിലേക്ക് കയറുന്നത്. നമ്മളോ JCBയിൽ പുതിയാപ്പള പോവുക, പറ്റുമെങ്കിൽ ട്രാക്ടറിൽ പുതിയാപ്പള പോവുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു രീതിശാസ്ത്രം.